നമ്മളന്ന് ടയറിലും കാർഡ്ബോർഡിൻ്റെ പെട്ടിയിലൊക്കെ വെച്ച കാശിത്തുമ്പ ഓൾമോസ്റ്റ് എല്ലാറ്റിലും പൂവുണ്ട്. ഇപ്പോൾ 4 കളർ പൂവ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ആദ്യം കാണിച്ച ആ റെഡ്, അത് അത്യാവശ്യം വലിയൊരു തരം പൂവാണ്. പിന്നെ കാണിച്ച പിങ്ക്, ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. വീഡിയോയിൽ രണ്ടും ഒരേപോലെ ഉണ്ട്. ഈ റെഡും ആ മെറൂണും ഒരുപോലെ ഉണ്ട്, പക്ഷേ നല്ല ഡിഫറൻസ് ഉണ്ട് നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഒരു വൈറ്റ് കളർ കൂടെ ഉണ്ട്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വൈറ്റിൽ ഒരൊറ്റ പ്ലാന്റിൽ മാത്രമേ ഫ്ലവർ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലവർ ആയിട്ട് നിൽപ്പുണ്ട്. ഇനിയും ഒത്തിരി ചെടികൾ നമുക്ക് മാറ്റി നടാനുണ്ട്. അറിയാലോ, കാശിത്തുമ്പയുടെ സീഡിൽ നിന്ന് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും മാറ്റി നടാനായിട്ട് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. അതിൽ നിന്നും അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ഇത്രയും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓരോ ചെടിയിലും പൂവൊക്കെ ആയിട്ട് വരാനുള്ള മൊട്ടുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടത്തോടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോകും. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മുളയുടെ കഷ്ണം അമ്മ എടുത്തുകൊണ്ട് വന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അതൊരു ബെഡ് പോലെ ഇങ്ങനെ ആക്കി അതിനകത്തേക്ക് ഇത് നട്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മണ്ണൊരുക്കിയിട്ട് പ്ലാന്റ്സ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇതുപോലെ ആ മുളയുടെ പീസ് അടിച്ചടിച്ചടിച്ച് ഒരു മതിൽ പോലെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ മുളയുടെ പീസിലൊക്കെ കളറൊക്കെ അടിച്ചിട്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. പിന്നെ നമ്മൾ അതൊന്നും ചെയ്തില്ല. ഇനി ഇതുപോലെ വലുതായി വന്ന് ഫ്ലവറൊക്കെ ആയി നിൽക്കുമ്പോൾ ഒരു കാട് പോലെ ആയി മാറും ആ ഒരു ഭാഗം.